അപ്പൊ ഒരു പദാർത്ഥത്തിന് ഏതെല്ലാം അവസ്ഥകളുണ്ട്? ഖരം, ദ്രാവകം, വാതകം. ടീച്ചർ അടിപൊളി അല്ലേ? ഖരാവസ്ഥ പറഞ്ഞേ. ഇപ്പൊ നീ ഇരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, മണ്ണ് പോലെ ഇരിക്കുന്ന, ഇത്തരം അവസ്ഥയാണ് നമ്മൾ ഖരം എന്ന് പറയുന്നത്. പിന്നെ ഒരു അവസ്ഥയുണ്ട് ദ്രാവകം. ടീച്ചർ നിൽക്കുന്ന അവസ്ഥയാണോ? അങ്ങനെ ഒഴുകി ഒഴുകി നിൽക്കുന്നു. വാതകം. അത് ഞാൻ പറയാം. എന്താ? അത് രാവിലെ അങ്ങനെ ഒരു കോഴി വിട്ടത്. അല്ല, പല്ല് തേക്കാതിരിക്കുമ്പോ നമ്മുടെ വായിൽ നിന്നൊരു അവസ്ഥ വരുന്നില്ല, അതാണ് വാതകാവസ്ഥ. ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് ഉദാഹരണം പറയൂ. ഇത് ഫോൺ, കല്ല്. ദ്രാവകാവസ്ഥയിലിരിക്കുന്നതോ? വെള്ളം. വാതകോ? എയർ, ഓക്സിജൻ. അല്ല, വാതകം, ഓക്സിജന് മലയാളം ഉണ്ടോ? വായു. വായു എന്ന് പറയൂ. പറയൂ. കാർബൺ ഡൈ ഓക്സൈഡ്. അത് പിന്നെ കറക്റ്റ് ആണല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് മലയാളം ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മലയാളം അല്ല, പേരിന്റെ മലയാളം അത് തന്നെയല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? പിന്നെ ഓക്സിജന്റെ മലയാളം ഓക്സിജൻ അല്ലേ? ഈ ടീച്ചർ എന്താ ഇങ്ങനെയൊക്കെ എഴുന്നേൽക്ക്, നിനക്ക് കുറച്ച് സംശയം കൂടുതലാണ്.